ജാസ്മിൻ അഭിഷേകുമായി സിബിനെ കുറിച്ച് പറയുകയാണ്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് സിബിൻ. നല്ല ഗെയിമറാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ അഭിഷേകിനെ കൺവിൻസ് ചെയ്യുകയാണ് ജാസ്മിൻ. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞൂടെ, നീ ഇടയ്ക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂ. പിന്നെ ആ ഫ്രെയിമിലേക്ക് സിബിൻ വരുന്നതാണ് കാണുന്നത്. ഞാൻ അഭിഷേകിന്റെ അടുത്തല്ലേ സംസാരിക്കുന്നത്, ഇവിടെ എന്റെ കാല് വെട്ടി പൊട്ടിക്കീറി, എന്നിട്ടും ഞാൻ ആ ഗെയിം വൃത്തിക്ക് കളിച്ച് ഞാൻ അവിടെ പോയി ഡോക്ടറിനെ കണ്ട് ഞാൻ എന്റെ സ്ക്രബ് ചോദിച്ചു. കാരണം എനിക്കിത് വേറെ ഒരു രീതിയിലും കളയാൻ പറ്റില്ല, എന്റെ സ്ക്രബ്ബർ വെച്ചിട്ടേ കളയാൻ പറ്റത്തുള്ളൂ. ഇതെന്റെ വിണ്ട് കീറിയതിന്റെ അകത്ത് വിണ്ട് കീറിയതാണ്. ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്ന സിബിന്റെ അടുത്ത് അഭിഷേക് ചോദിക്കുകയാണ്, എപ്പോഴും നിങ്ങൾ എന്തിനാ ജാസ്മിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത്? അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങളുടെ ഗെയിം ആണോ എനിക്കറിയില്ല. അപ്പോൾ സിബിൻ സംസാരിക്കാൻ സമ്മതിക്കാതെ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് പുള്ളിയോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതിനിടയിൽ സിബിൻ സംസാരിക്കുകയാണ്, നിങ്ങൾ ഇതെല്ലാം പറയുന്നതിനൊരു രീതിയുണ്ട്, നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, അവരങ്ങനെ ആണെന്ന് കണ്ട് നമ്മൾ നിൽക്കണം. ഓരോരുത്തരെ ഡീൽ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. എനിക്ക് പേഴ്സണലി ടാർഗറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഫാൻസ് കൂടുന്നോ ഹേറ്റേഴ്സ് കൂടുന്നോ എനിക്കറിയില്ല. ഇവൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടോ ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും കാണാതെ ഷോയിൽ വന്ന ഒരാളാണ്. ഇത് കേട്ട് അഭിഷേക് പറയുന്നുണ്ട്, ബ്രോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ക്ലിയർ ആയി. പിന്നെ സിബിൻ പറയുന്നുണ്ട്, ഇപ്പോ ഈ കാണിക്കുന്ന പരിപാടി ഇല്ലേ, ഇവൾ പല ടാസ്ക് കഴിയുമ്പോഴും ഓരോരുത്തരെ ഒബ്സർവ് ചെയ്തിട്ട് ആരോട് പറയണമെന്ന് തീരുമാനിച്ചു വെക്കും. ഈ സംസാരിക്കുന്നതെല്ലാം സ്റ്റോർ ചെയ്യുകയാണ്. ഇതിനിടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ അഭിഷേകിനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, നന്ദന എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ അവളോട് ചോദിക്കുന്നതിന് മുന്നേ അവൾ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നീടൊന്നും കേൾക്കാതെ റൂം വിട്ടു പോവുകയാണ് സിബിൻ.